സ്ഫടികം, മൺചിത്രത്താഴ്, ദേവദൂതൻ, ഛോട്ടാ മുംബൈ സിനിമകൾക്ക് ശേഷം അടുത്ത മോഹൻലാലിന്റെ സിനിമ വരുവാണ് രാവണപ്രഭു. കാണാൻ ഉറപ്പായിട്ടും പോകണം അല്ലേ? എന്താണെന്ന് വെച്ചാൽ ഒരു 2001 കാലഘട്ടത്തില് ഓണം റിലീസായിട്ട് വന്ന ചിത്രം ഏകദേശം 15 കോടിക്ക് മുകളിൽ പോയിട്ടുണ്ടെന്നാണ് കളക്ഷൻ പോയിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യം ഒരു 200 കോടി അടിക്കുന്ന ലാലേട്ടൻ ചിത്രമായിട്ട് ഞാനിവിടെ ഉണ്ടടാ, മറ്റേ കാർത്തികേയന്റെ ഡയലോഗൊക്കെ കടമെടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി വരുന്നൊരു പടമാണോ എന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഫാൻസ് ഷോ അടക്കം 200ഓളം കേന്ദ്രങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു റിലീസിംഗ് ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഇതൊരു ആഘോഷമായിരിക്കും എന്തായാലും. മോഹൻലാലിന്റെ ഇത്തരം സിനിമകളൊക്കെ ആഘോഷിക്കുമെന്ന നരസിംഹം, ദേവാസുരം അങ്ങനെയുള്ള സിനിമകൾ, അതായത് ഫ്യൂഡൽ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള അത്തരം സിനിമകൾ മലയാളികൾ കൂടുതൽ ആഘോഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ആസ്വദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കൊമേഴ്ഷ്യൽ സൈഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അതിന്റെ മറ്റ് കലാമൂല്യങ്ങൾ നമുക്ക് വിഷയമല്ല, അത് ആഘോഷിക്കുകയാണ്. നമ്മുടെ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും ലാലേട്ടന്റെ വീശുപിരി, ലാലേട്ടന്റെ സവാരിഗിരി പോലെയുള്ള ഡയലോഗുകൾ, മുണ്ടും മടക്കിക്കുത്തല്, ഈവൻ ആ വാച്ചഴിച്ചു വെക്കുന്ന സീനുകൾ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല കിഡ്ലൻ പൊളപ്പൻ സീനുകളായിരിക്കും. പക്ഷെ ഇപ്പം കുറച്ചും കൂടെ ഒന്ന് ആളുകൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അത് ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നവർക്ക് ഉൾക്കൊള്ളണമെന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഇത് കണ്ട് വിലയിരുത്താൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടി, ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല ആൾക്കാർ ഇനി തിയേറ്ററിലേക്ക് പോകുന്നുണ്ടാവുക. കാരണം ഇത് ആഘോഷിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും. എത്രത്തോളം നമുക്ക് ഡയലോഗുകൾ കേൾക്കാൻ പറ്റുമെന്നോ, ആർപ്പുവിളിയും കൈകൊട്ടലും ഇതൊക്കെ മാത്രം, ആരവങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. കാണാൻ പോകാൻ പറ്റൂ, ഐ മീൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് സ്ക്രീനിൽ എത്രത്തോളം ആ ഫീലിങ്സ് കിട്ടും. നമുക്ക് ആ ഒരു ആഘോഷത്തിന്റെ, നമ്മൾ ആഘോഷിച്ചിരുന്ന മലയാള സിനിമയുടെ ഒരു സുവർണ കാലമായിരുന്നല്ലോ മോഹൻലാലിന്റെ ആ ഒരു മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ ഉദയം. രാജാവിന്റെ മകനിലൂടെയാണ് സൂപ്പർ സ്റ്റാർ എന്നത് വന്നതെങ്കിലും മോഹൻലാലിനെ മോഹൻലാലാക്കിയ കുറെ സിനിമകൾ, ലാലേട്ടൻ സിനിമകൾ കൊടുത്തിരിക്കുന്ന ഓളം ആ ഒരു സമയത്തും അല്ലെങ്കിൽ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ഒരു വൈബ് ഇന്നും അത് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ലാലേട്ടന്റെ ഓരോ സ്റ്റൈലുകളും, ആ ഡയലോഗ് ഡെലിവറി പോലെയുള്ള പല കാര്യങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ സിനിമയിൽ തന്നെ നമ്മുടെ ഡയലോഗ് ഡെലിവറിയെക്കാളും മറ്റേ കുറെ അധികം മെലഡിക്ക് മെലഡി, തട്ടുപൊളിപ്പൻ പാട്ടുകൾ, ഇഷ്ടം പോലെ പാട്ടുകളുടെ ഒരു നല്ല കളക്ഷൻസ് ഈ സിനിമയിൽ ഉണ്ടല്ലേ. പിന്നെ സ്റ്റണ്ട് അതെ, നമുക്കിത് തുടക്കം മുതലേ പറയാന്നുണ്ടെങ്കിൽ രഞ്ജിത്താണല്ലോ സംവിധാനം. രഞ്ജിത്ത് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമകളാണ്. ഒരുപാട് നമ്മൾ ഇതിന്റെ ബാക്ക് സ്റ്റോറികൾ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. മോഹൻലാൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, രഞ്ജിത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, മറ്റു പലരും ഇതിന്റെ ബാക്ക് സ്റ്റോറി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദേവാസുരത്തിന്റെ തുടർച്ചയായിട്ട് വന്നിട്ടുള്ള രാവണപ്രഭു, അങ്ങനെ ആ സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് രഞ്ജിത്ത് ആദ്യമായിട്ട് സംവിധാനം, അതുവരെ നല്ല പൊളപ്പൻ ഡയലോഗുകളും കഥാപാത്രങ്ങളും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു മെയിൽ ഷോവനിസം ആയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള രഞ്ജിത്ത് സംവിധായകനായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാലാണോ താങ്കളെ സംവിധായകനാക്കിയെന്ന ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ടായിരുന്നു രഞ്ജിത്തിന്റെ അടുത്ത്. അപ്പോൾ രഞ്ജിത്ത് പറയുന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും ഈ കഥ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതെന്തോ മുരളിക്ക് വേണ്ടി വെച്ചിരുന്ന ഒരു കഥാപാത്രം, അത് ദേവാസുര മുരളിക്ക് വേണ്ടി വെച്ചിരുന്ന കഥാപാത്രം. അത് കഴിഞ്ഞിട്ട് മോഹൻലാൽ വന്നത് ഏറ്റെടുത്തു. അന്നെന്തോ IV ശശിക്കൊക്കെ എതിരുണ്ടായിരുന്നോ? കാരണം അങ്ങനെ ഒരു സിനിമയിൽ നിന്നും ഇങ്ങനെ രാവണപ്രഭുവിലേക്ക് ഒരു മസാല ഒരു പടം പോലെ മാറ്റുമ്പോൾ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും തോന്നിയില്ല. ശശിയേട്ടൻ അതിന് പൂർണ്ണ പിന്തുണ പറഞ്ഞു എന്നൊക്കെ. അവര് തമ്മിലുള്ള ബോണ്ടിങ്. പിന്നെ മോഹൻലാലിന്റെ സിനിമ എന്ന് പറയുമ്പോൾ രഞ്ജിത്ത് ആ കഥാപാത്രത്തിന് ജന്മം കൊടുക്കുമ്പോൾ, രഞ്ജിത്ത് ജന്മം കൊടുത്ത കഥാപാത്രമല്ല, അല്ലെ രഞ്ജിത്ത് സിനിമാറ്റിക് സ്റ്റൈലിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അപ്പൊ അത് രഞ്ജിത്ത് അതൊരു സിനിമയാക്കിയിട്ട് പുനരാവിഷ്കരിക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള കുറച്ചുകൂടെ ഒരു മൂല്യം അല്ലെങ്കിൽ. പക്ഷെ അവിടെ എനിക്ക് ചില സീനുകളിൽ ഇപ്പൊ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രേവതിയുടെ ആ കഥാപാത്രത്തിനോട് ചെയ്ത, ഇപ്പം അത്യാവശ്യം നല്ലൊരു നർത്തകിയാകേണ്ട ആളെ ഒരു വീട്ടമ്മയാക്കി മാറ്റി, ഭർത്താവിന് നല്ലൊരു ഭാര്യയാക്കി, മകന് നല്ലൊരു അമ്മയാക്കി മാറ്റിയ പോലെ എനിക്കൊരു എതിരഭിപ്രായം അവിടെ ചിലയിടത്ത് തോന്നുന്നുണ്ട്. അതിപ്പോ എങ്ങനെയായാലും കാരണം ഇപ്പൊ എങ്ങനെയായാലും ഇപ്പൊ റീ റിലീസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ
മിഥുനത്തിനെ കുറിച്ച് ഈ സമയത്ത് സംസാരിക്കുമ്പോൾ കുറെ നെഗറ്റീവുകൾ വരാറുണ്ട്, അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ഉറപ്പായിട്ടും രാവണപ്രഭുവിനും അതിനു മുമ്പ് ഉണ്ടായിരുന്ന ദേവാസുരത്തിനും രേവതിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ വന്നേക്കാം. ഇതിൽ ഈ രാവണപ്രഭുവിലേക്ക് എത്തുമ്പോൾ പോലും നമ്മുടെ നായിക കഥാപാത്രത്തിനെ അടിച്ചമർത്തിട്ട് തട്ടിക്കൊണ്ടുപോയിട്ട് തട്ടിക്കൊണ്ടു പോകുന്ന ഒരു, അതായത് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവണനാണ് അവിടെ ഹീറോ. പുള്ളി തന്നെ പറയുന്നുണ്ട്, ഞാനിവിടെ രാവണനാണ് ഹീറോ ആയിട്ട് വരുന്നത്. കുറെ ക്ലീഷേ ഡയലോഗുകളുണ്ട് ഈ തട്ടിക്കൊണ്ടുപോകുന്നത്. പക്ഷെ അത് എത്ര തന്നെ കണ്ടു കഴിഞ്ഞാലും നമുക്കത് മടുക്കുന്നില്ല. അത് റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന കുറെ ഡയലോഗുകൾ. അതായത് അന്നത്തെ കാലത്ത് ആൾക്കാർ സിനിമ കാണാൻ പോയത് ഒരിക്കലും വിമർശിക്കാൻ വേണ്ടിയിട്ടാണ്, എന്റർടൈൻമെന്റിന് വേണ്ടി പോയിരുന്ന ആളുകളാണ്. അതെ, ഇന്ന് നമുക്ക് എന്റർടൈൻമെന്റ് ചെയ്യാൻ വേറെയും കുറെ സോഴ്സസ് ഉള്ളത് കൊണ്ട് ക്രിറ്റിസിസത്തിന് വേണ്ടി പോകുന്ന പോലെ ചില ചിത്രങ്ങൾ ഇപ്പം ഒരു ദിവസം തന്നെ ഒരുപാട് ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇന്നിപ്പോ ഇത് പോയി കാണുന്നുണ്ടേ ഒരുപക്ഷെ, എൻ്റെ ഒരു അഭിപ്രായമാണ്, ഒരുപക്ഷെ അത് ക്രിറ്റിസിസം, ഒരുപാട് ഇടയ്ക്കെന്തോ വിവാദങ്ങളൊക്കെ ഈ സിനിമയിലെ ഡയലോഗിനെ കുറിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലാലേട്ടൻ കളക്ഷൻ ഉഗ്രൻ കളക്ഷൻ നേടുമെന്നുള്ള കാര്യത്തിൽ സംശയമായിട്ടും. ഇതിന്റെ ഫൈറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന പീറ്റർ ഹെയ്ൻ എന്നുള്ള പേര് നമ്മൾ കേട്ടത് പുലിമുരുകന് ശേഷമാണ്. പക്ഷെ പുലിമുരുകന് സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്ത പീറ്റർ ഹെയ്ൻ തന്നെയാണ് രാവണപ്രഭുവിന്റെ നമ്മുടെ ആ മാസ് ഫൈറ്റ് സീൻ ഉണ്ടല്ലോ ഹൈവേയിലുള്ളത്, ആ സീന് ഡയറക്ട് ചെയ്തിരിക്കുന്നതും പീറ്റർ ഹെയ്ൻ തന്നെയാണ്. പിന്നെ ഇതിലെ പാട്ടുകൾ എടുത്ത് പറയുന്നെങ്കിൽ സുരേഷ് പീറ്ററാണ് പാട്ടുകൾ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തമിഴിലും കന്നഡയിലും ഒരുപാട് ഹിറ്റ് പാട്ടുകൾ പാടിയിട്ടുള്ള ആളാണ്. ഈ ഒരു അതായത് രാവണപ്രഭു ഈ സിനിമയിൽ ലാലേട്ടൻ വന്നിരിക്കുന്ന ഡബിൾ റോള് എടുത്തു പറയണ്ട. കാരണം അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ 4K വരുമ്പോൾ അതിനു മുന്നേ ആ ഒരു സമയത്ത് 2001 സമയത്തിൽ എന്ന് പറയുമ്പോൾ നേർക്ക് നേരെ നീലകണ്ഠനും കാർത്തികേയനും എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ നേർക്ക് നേരെ വന്ന് നിൽക്കുമ്പോൾ അതിന്റെ ആ ടെക്നിക്കൽ സൈഡ് കൂടെ നമ്മൾ എടുത്തു പറയണം. അതെ, അത്രക്ക് പോലും ടെക്നിക്കൽ ആയിട്ട് നമ്മൾ സിനിമയെ കാണാത്ത ഒരു കാലത്ത്, ടെക്നിക്കൽ സൗകര്യങ്ങൾ നമുക്കില്ലാത്ത കാലത്ത് അതുപോലെയുള്ള ഷോട്ടുകൾ എടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു, മായാമയൂരം പോലെയുള്ള സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയുണ്ട്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു, ഇപ്പൊ ലാലേട്ടൻ ഫാൻ ആയിട്ടുള്ള ഒരാൾക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഒരു സംഭവമാണ്, ഇത് കണ്ടേ മതിയാകൂ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. നായകനായിട്ടുള്ള നമ്മുടെ നീലകണ്ഠനെ കുറിച്ചും കാർത്തികനെ കുറിച്ചും പറയുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന ഒരു വില്ലൻ ഉണ്ട് അവിടെ, മുണ്ടക്കൽ ശേഖരൻ. അച്ഛനും മകനും വില്ലനായിട്ട് വന്നിട്ടുള്ള നെപ്പോളിയൻ. മുണ്ടക്കൽ ശേഖരൻ ഒരു ഹീറോ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, ഹീറോ ആയിട്ടാണ് തോന്നിയത്. രാവണപ്രഭുവിലേക്ക് എത്തുമ്പം അയാൾ ചെയ്യുന്നത് വലിയ വില്ലനിസം അല്ല. അവിടെ വില്ലനായിട്ട് വരുന്നത് അയാളുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ്. എന്ന് വെച്ചാൽ തന്റെ കൈ മുറിച്ച ആളോട് അയാൾക്ക് പ്രതികാരം തോന്നാം, തന്റെ മകളെ തട്ടിക്കൊണ്ടുപോയ ആളോട് പ്രതികാരം തോന്നാം. പക്ഷെ ആ പ്രതികാരം അവർ ചെയ്യുന്നില്ല, അവരുടെ സൗഹൃദം കാണിക്കുന്നുണ്ട് നീലകണ്ഠനും അതായത് മുണ്ടക്കൽ ശേഖരൻ ഇല്ലെങ്കിൽ നീലകണ്ഠൻ ഇല്ല എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട്. അത് ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ ഒരു വാല്യൂ പറയുന്ന സാധനം. ഉറപ്പായിട്ടും ഇനി ഇതുപോലെ ഒരു കുറെ മലയാള സിനിമകൾ റിലീസ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ പട്ടികയിൽ ഇനിയും കുറെ മോഹൻലാൽ ചിത്രങ്ങളും അതിന്റെ ഒപ്പം കുറച്ച് മമ്മൂട്ടി ചിത്രങ്ങളും ദിലീപ് ചിത്രങ്ങൾ റീവാച്ച് ചെയ്തിട്ടുള്ള കുറെ ദിലീപ് ചിത്രങ്ങളും ഉണ്ട്. അങ്ങനെ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് കമന്റ് ചെയ്യുക.